പോളിസി നിരക്ക് 5.25 ആയി തുടരാനും ന്യൂട്രൽ പോളിസി നിലപാട് നിലനിർത്താനും MPC ഏകകണ്ഠമായി വോട്ട് ചെയ്തു. കമ്മിറ്റിയിലെ അംഗങ്ങളിലൊരാളായ പ്രൊഫസർ രാം സിംഗ് മുൻ പോളിസി പരിശോധനയിൽ ചെയ്തപോലെ ന്യൂട്രൽ നിലപാടിൽ നിന്ന് അനുകൂല നിലപാടിലേക്ക് മാറ്റാൻ വോട്ട് ചെയ്തു. ഈ നിലപാടിന് ലഭിച്ച വോട്ട് 5-1 ആയിരുന്നു. അതേസമയം പലിശ നിരക്ക് നിലവിലെ 5.25 തുടരുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊണ്ടു. നിലവിലെ പോളിസിയിൽ നടത്തിയ പ്രധാന സാമ്പത്തിക പ്രവചനങ്ങൾ നോക്കുമ്പോൾ പണപ്പെരുപ്പ് പ്രവചനത്തിൽ ചില ഉയർന്ന തിരുത്തലുകൾ കാണാം. FY26 Q4 പണപ്പെരുപ്പ് പ്രവചനം നോക്കാം. ഇത് 30 ബേസിസ് പോയിന്റ് ഉയർത്തി 2.9% നിന്ന് 3.2% തിരുത്തപ്പെട്ടു. FY27 നോക്കിയാൽ ആദ്യ പാദത്തിൽ പ്രധാനമായും 10 ബേസിസ് പോയിന്റ് വർധനവ് കാണാം. FY27 CPI പ്രവചനങ്ങളിൽ ഒരു പാദത്തിലെ വിലക്കയറ്റ പ്രവചനം 3.9% എന്നത് 4% ആയി ഉയർത്തി. Q2 പ്രവചനം 4% എന്നത് 4.2% ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പണപ്പെരുപ്പത്തിന്റെ പ്രവചനവുമായി ബന്ധപ്പെട്ട് RBI പറഞ്ഞ ഒരു കാരണം ലോ ബേസ് ഇഫക്റ്റ് ആണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പണപ്പെരുപ്പം വളരെ കുറഞ്ഞ നിലയിലായിരുന്നു. ഇത് ചെറിയ സ്വാധീനം സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് പണപ്പെരുപ്പം ഉയരുമെന്ന് കരുതുന്നത്. മാസം തോറുമുള്ള വർധനവ് വലിയതല്ലെങ്കിലും ലോ ബേസ് ഇഫക്റ്റ് കാരണം പണപ്പെരുപ്പം ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം പണപ്പെരുപ്പം ഉയരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ കണക്കുകൾ നോക്കുമ്പോൾ Q1, Q2 എന്നിവ ഇപ്പോഴും RBIയുടെ 4% എന്ന ലക്ഷ്യത്തിന് അടുത്താണ്. അതിനാൽ മൊത്തത്തിൽ RBI ഈ പണപ്പെരുപ്പ പ്രവചനങ്ങളിൽ സംതൃപ്തമായിരിക്കുമെന്നും കൂടുതൽ കാലം പോളിസി നിരക്കുകൾ താഴ്ന്ന നിലയിൽ നിലനിർത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രണ്ടാമതായി FY27 Q3 പണപ്പെരുപ്പ പ്രവചനവും RBI നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഫെബ്രുവരി 12 പുതിയ CPI സീരീസ് പുറത്തിറങ്ങും. ഇത് 2024 ഏറ്റവും പുതിയ ഹൗസ് ഹോൾഡ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് ഭക്ഷ്യവിലയിലെ വിലക്കയറ്റത്തിന്റെ തോത് കുറയ്ക്കുകയും പ്രധാന വിലക്കയറ്റത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ ധാന്യങ്ങളുടെ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം പ്രോട്ടീൻ ഇനങ്ങളുടെയും പാലിന്റെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കും. അതുകൊണ്ട് മൊത്തത്തിൽ പണപ്പെരുപ്പത്തിന്റെ ദിശയിലും സ്വഭാവത്തിലും വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പുതിയ പണപ്പെരുപ്പ പരമ്പര പഠിച്ച ശേഷം ഏപ്രിലിൽ മുഴുവൻ വർഷത്തെ പ്രവചനങ്ങൾ പുറത്തുവിടുമെന്ന് RBI പറഞ്ഞിരിക്കുന്നത്. വളർച്ചാ പ്രവചനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ US-ഇന്ത്യ വ്യാപാര പ്രമേയത്തിനു ശേഷമാണ് RBIയുടെ പണനയ പ്രഖ്യാപനം വന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായി നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ ചർച്ച ചെയ്യാം. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ 6 മാസത്തിനിടെ ഇന്ത്യ വളരെ ഉയർന്ന ടാരിഫ് നേരിട്ടിരുന്നു. 25% താരിഫും അതിനു പുറമെ 25% പിഴയും കാരണം റഷ്യൻ എണ്ണ വാങ്ങിയില്ലെന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയുടെ മേൽ ചുമത്തപ്പെട്ട താരിഫ് നിരക്ക് പരമാവധി 50% ഫാർമസ്യൂട്ടിക്കൽസ്, ടെലിഫോൺ തുടങ്ങിയ ചില ഇനങ്ങൾക്ക് താരിഫ് ഒഴിവാക്കി. ഇന്ത്യയുടെ താരിഫ് നിരക്ക് 32.9% ആയിരുന്നു. ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അതിനാൽ US-ഇന്ത്യ വ്യാപാര കരാർ 18% താരിഫ് നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് വാഗ്ദാനം ചെയ്തു. അതിലൂടെ പിഴ ഒഴിവാക്കപ്പെടും. മൊത്തത്തിൽ ഇത് വളർച്ചയെ ഒരു പരിധിവരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. മാത്രമല്ല ജനുവരിയിൽ ഇന്ത്യയും യൂറോസോണുമായി FTA ഒപ്പുവച്ചിട്ടുണ്ട്. ഈ FTAയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഉയർന്ന സംയോജിത വിപണി ഇപ്പോൾ ഉണ്ട്. ഇതിനകം തന്നെ UK, ഓസ്ട്രേലിയ, യൂറോപ്പ് എന്നിവയുമായും ഇപ്പോൾ US-ഉമായും ഇന്ത്യക്ക് വ്യാപാര കരാർ ഉണ്ട്. അതുകൊണ്ടാണ് സാമ്പത്തികമായി എല്ലാം നന്നായി പോകുന്നുവെന്ന് RBIക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം ലഭിച്ചത്. ഈ വ്യാപാര കരാറുകളെല്ലാം ഒപ്പുവെക്കുന്നതോടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. എന്നിരുന്നാലും US-ഇന്ത്യ വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം ഇപ്പോഴും വ്യക്തമല്ല. അതിനാൽ US നയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വളർച്ചാ പ്രവചനങ്ങൾ RBI പരിഷ്കരിച്ചിട്ടില്ല. വിശദമായി പറഞ്ഞാൽ യൂറോസോഫ്റ്റുമായി ഒപ്പുവെച്ച FTA കണക്കിലെടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ
അവർ FY 2027-1-2 പാദങ്ങളിലെ വളർച്ചാ പ്രവചനങ്ങൾ 0.2% ഉയർത്തി. ആദ്യ പാദത്തിൽ 6.7%, 6.9% ആയി. രണ്ടാം പാദത്തിൽ 6.87% ആയി. നയപ്രഖ്യാപനത്തിന് മുമ്പ് RBI CRR കുറയ്ക്കുമെന്നോ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നോ ബോണ്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വിപണി നിരാശാജനകമായിരുന്നു. നിലവിലെ നയത്തിൽ RBI ചില ലിക്വിഡിറ്റി നടപടികൾ പ്രഖ്യാപിക്കുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിന് പ്രധാന കാരണം പണവിപണിയിലെ അത്യന്തം കർശനമായ നിരക്കുകളാണ്. അതിനാൽ പണവിപണി നിരക്കുകൾ പിന്തുടരുന്നവർക്കോ കേൾക്കുന്നവർക്കോ ഇത് അറിയാം. ഒരു വർഷത്തെ സ്ഥിതി നിരക്കുകൾ ജനുവരിയിൽ 6.85% നിന്ന് റെക്കോർഡ് ഉയർന്ന നിരക്കായ 7.2% ഉയർന്നു. ഇത് പണവിപണി നിരക്കുകളും വേഗത്തിൽ വർദ്ധിപ്പിച്ചു. ഇത് സാധാരണയായി നിങ്ങൾക്കറിയാം, ജനുവരി മുതൽ മാർച്ച് ക്വാർട്ടറിൽ ക്രെഡിറ്റ് വളർച്ചയിൽ വലിയ വർധനവുണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്. എന്നാൽ നിക്ഷേപകർ പ്രതീക്ഷിച്ചിരുന്നത് RBI ചില ലിക്വിഡിറ്റി നടപടികൾ പ്രഖ്യാപിക്കുമെന്നാണ്. കാരണം നിലവിലെ നിലവാരത്തിൽ ഈ വരുമാനം വളരെ ഉയർന്നതാണ്. ഉദാഹരണമായി, കഴിഞ്ഞ വർഷം പോളിസി നിരക്കുകൾ 6.5% ഒരു വർഷത്തെ സ്ഥിതി നിരക്കുകൾ ഏകദേശം 7.5% പോളിസി നിരക്കുകൾ 6.5% നിന്ന് 5.25 ആയിട്ടും CT നിരക്കുകൾ ഇപ്പോഴും 7.2%. അതായത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതിനാൽ ബാങ്കിംഗ് സമൂഹവും വിപണി പങ്കാളികളും RBI ലിക്വിഡിറ്റി സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ RBI മൂല്യത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല. വിപണിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം എല്ലാ ഉൽപ്പാദന ആവശ്യങ്ങൾക്കും ലിക്വിഡിറ്റി നൽകുമെന്ന് RBI വിപണിക്ക് ഉറപ്പു നൽകി. അത് OMO ആയാലും, FX വിലയിലൂടെയും സ്വാപ്പിലൂടെ ആയാലും, BRR ലേലമായാലും RBI ലിക്വിഡിറ്റി നൽകാൻ തയ്യാറാണ്. പക്ഷേ ലിക്വിഡിറ്റി ഇതിനകം ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടാകുമെന്നും 60,000 കോടി രൂപയിൽ നിന്ന് ലിക്വിഡിറ്റി 3 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചതായും കരുതിയിരിക്കാം. വിപണി കൂടുതൽ വികസിപ്പിക്കാൻ RBIക്ക് OMO ചെയ്യേണ്ടതില്ലെന്ന് അവർ കരുതിയിരിക്കാം. അതിനാലാണ് വെള്ളിയാഴ്ച ബോണ്ട് ഡീലുകളിൽ കുറച്ച് വർധനവ് കണ്ടത്. അന്ന് ബോണ്ട് ഡീലുകൾ 5 മുതൽ 6 ബേസിസ് പോയിന്റ് വരെ ഉയർന്നു. 10 വർഷത്തെ ബോണ്ട് ഈൽഡ് 6.68 നിന്ന് 6.75 ആയി. കാരണം മാർക്കറ്റ് പങ്കാളികൾ RBI ഇക്വിറ്റി നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവർ ഇതിനകം തന്നെ വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് RBI പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട്. നിലവിലെ ഓവർനൈറ്റ് നിരക്ക് നോക്കുകയാണെങ്കിൽ അത് ഇതിനകം 4.5 ആണ്. അതേസമയം പോളിസി നിരക്ക് 5.4 ആണ്. അതായത് ഇന്റർബാങ്ക് മാർക്കറ്റിലെ ഓവർനൈറ്റ് നിരക്ക് പോളിസി നിരക്കിനേക്കാൾ ഏകദേശം 75 ബേസിസ് പോയിന്റ് കുറവാണ്. അതുകൊണ്ടാണ് RBI ലിക്വിഡിറ്റി രംഗത്ത് ഒരു നടപടിയും സ്വീകരിക്കാത്തത്. എന്നാൽ ലിക്വിഡിറ്റിയിൽ കുറവ് ഉണ്ടാകുമ്പോഴൊക്കെ RBI എല്ലാ ഓപ്പറേറ്റിംഗ് ചാനലുകളിലൂടെയും ലിക്വിഡിറ്റി നൽകുമെന്ന് വിപണിക്ക് ഉറപ്പു നൽകി. ചുരുക്കത്തിൽ വിലക്കയറ്റത്തിൽ അല്പം വർധനവ് ഉണ്ടായെങ്കിലും പണനയത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പോളിസി നിരക്കും മാറ്റമില്ലാതെ തുടരുന്നു. എന്നാൽ ഈ വർധനവിന്റെ പ്രധാന കാരണം പുതിയ വില സമ്മർദ്ദങ്ങളല്ല, മറിച്ച് അടിസ്ഥാന സ്വാധീനം മൂലമാണെന്ന് RBI കരുതുന്നു. വളർച്ചയുടെ കാര്യത്തിൽ യൂറോപ്പും മറ്റ് രാജ്യങ്ങളുമായി FTA ഒപ്പുവെച്ചതിൽ നിന്ന് RBIക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. കയറ്റുമതിയിലും RBI വർധനവ് പ്രതീക്ഷിക്കുന്നു. അതിനാലാണ് വളർച്ചാ കണക്കുകളും ഉയർത്തിയത്. എന്നാൽ അതിലും പ്രധാനമായി വിപണി RBIയുടെ നയത്തിലും അതിന്റെ പ്രവചനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നാം RBIയുടെ നയത്തെ നിയന്ത്രണപരമായ നിലയിൽ വിലയിരുത്തേണ്ടതുണ്ട്. ബാങ്കുകളുടെ ക്രെഡിറ്റ് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന പിന്തുണയും ഇതിൽ പെടുന്നു. അപ്പോൾ ഈ RBI നയം നമ്മൾ പരിശോധിച്ചാൽ REIT അധിഷ്ഠിത ലെൻഡിംഗിൽ ചില പുതിയ പരിഷ്കാരങ്ങൾ ഇത് കൊണ്ടുവന്നു. REITകൾക്ക് വായ്പ നൽകാൻ RBI ബാങ്കുകളെ അനുവദിച്ചിട്ടുണ്ട്. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ബാങ്കുകൾക്ക് നേരിട്ട് റീപ്പോയിൽ നിക്ഷേപം നടത്താൻ അനുമതിയില്ല. അവർക്ക് SPV തലത്തിൽ മാത്രമേ വായ്പ നൽകാൻ കഴിയൂ. പക്ഷേ അവർക്ക് REIT സ്ഥാപനങ്ങളുടെ ബോണ്ടുകൾ വാങ്ങാൻ കഴിയില്ല. പുതിയ നയത്തിലൂടെ RBI ബാങ്കുകളെ REIT യൂണിറ്റുകളിൽ നിക്ഷേപിക്കാൻ അനുവദിക്കുന്നു. ഇത് REIT മാർക്കറ്റിലെ ലിക്വിഡിറ്റിയെ മെച്ചപ്പെടുത്തും. ഇത് ബോണ്ടുകളുടെ മാർജിൻ കുറയ്ക്കാനും സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഇത് RBIയുടെ ഒരു പോസിറ്റീവ് നടപടിയായി കണക്കാക്കാം.
SME വായ്പയ്ക്കുള്ള കൊളാറ്റർ ഫ്രീ പരിധി RBI 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷമായി ഉയർത്തി. ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായി സമ്പദ്വ്യവസ്ഥയുടെയും MSME മേഖലയുടെയും വലുപ്പം വർദ്ധിച്ചതിനാലാണ് അതനുസരിച്ച് RBI പരിധിയും ഉയർത്തിയത്. അതുകൊണ്ടാണ് ഈ നയത്തെ പലിശ നിരക്ക് വീക്ഷണകോണിൽ നിന്ന് മാത്രം നോക്കുകയാണെങ്കിൽ അത് നിഷ്പക്ഷമായിരിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ഈ നയത്തെ ഒരു റെഗുലേറ്ററി വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് വളരെ അനുകൂലമായിരിക്കും. ചെറുകിട NBFCകളുടെ ബിസിനസ്സുകളെയും അവർ പ്രോത്സാഹിപ്പിച്ചു. REITന് അവരുടെ ബോണ്ടുകൾ വാങ്ങാൻ കഴിയുന്ന വിധത്തിൽ അവർ ആനുകൂല്യങ്ങൾ നൽകി. ബാങ്കുകൾക്ക് മറ്റു ചാനലുകളിലും നമ്മുടെ ബാങ്കിംഗ് സംവിധാനത്തിനും അവർ ഇളവുകൾ നൽകി. അതിനാൽ റെഗുലേറ്ററി കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഈ അനുകൂല നയം പലിശ നിരക്കിന്റെ കാര്യത്തിലും 5-ാം പാദത്തിലും സ്ഥിരതയോടെ തുടരുന്നു. അടുത്ത 6 മുതൽ 9 മാസം വരെ പലിശ നിരക്കുകൾ നിലവിലെ നിലയിൽ തുടരുമെന്ന് ഞങ്ങൾ കരുതുന്നു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.